السلام عليكم ورحمة الله. الحمد لله رب العالمين والعاقبة للمتقين وأصلي وأسلم على خير خلقه سيدنا محمد صلى الله عليه وسلم. എൻ്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥിനികളെ, നമ്മൾ ഒരു പുസ്തകം ആധാരമാക്കി അഥവാ നമ്മുടെ ആരാധനകളിലും അതുപോലെ തന്നെ നമ്മുടെ മറ്റ് കർമ്മങ്ങളിലുമൊക്കെ സംഭവിക്കാറുള്ള ചില പിഴവുകളെ ചൂണ്ടിക്കാണിക്കാനാണ് നമ്മുടെ ഈ ക്ലാസ്സുകൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നിങ്ങൾക്കുണ്ടാകുന്ന ഡൗട്ട് അപ്പോൾ തന്നെ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ് എന്നുകൂടി ഉണർത്തുകയാണ്. നമ്മുടെ ക്ലാസ് തുടക്കം കുറിക്കുന്നത് ഒരു മുസ്ലിമിൻ്റെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കർമ്മമാണല്ലോ നമസ്കാരം എന്ന് പറയുന്നത്. ആ നമസ്കാരത്തിൻ്റെ മുന്നോടിയായി നമ്മൾ ചെയ്യുന്ന വുദു, കുളി, നമസ്കാരം പോലെയുള്ള കർമ്മങ്ങളിലൊക്കെ വരാറുള്ള ചില അബദ്ധങ്ങളും പിഴവുകളുമാണ് ചൂണ്ടിക്കാണിക്കുന്നത്. നേർക്കുനേരെ അതിൻ്റെ ശരിയായ രൂപം വിശദീകരിക്കുന്നതിനേക്കാൾ കാണപ്പെടാറുള്ള നമ്മുടെ ഇടയിലൊക്കെ ഉണ്ടാകാറുള്ള ചില തെറ്റുകൾ, അത് ഓരോന്നെടുത്തെടുത്ത് പറഞ്ഞ് അതിൻ്റെ ശരിയായ രൂപമാണ് നിങ്ങളുടെ ക്ലാസ്സുകളിൽ നിങ്ങളോട് ഉണർത്തുന്നത്. ഒന്നാമത്തേത്, നമ്മൾ ഏതൊരു പ്രവർത്തനം ചെയ്യുകയാണെങ്കിലും അതിൽ എന്ത് വേണം? ഞാൻ നമ്മുടെ അഅ്മാലുൽ ഖുലൂബ് എന്ന ക്ലാസ്സിൽ, ഹൃദയത്തിൻ്റെ പ്രവർത്തനങ്ങൾ എന്ന ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, നിയ്യത്താണ് ഉണ്ടാകേണ്ടത് എന്നുള്ളത്. ഏതൊരു പ്രവർത്തനത്തിനും സ്വീകരിക്കണമെങ്കിൽ നിയ്യത്ത് അഥവാ ഇഖ്ലാസ് നിയ്യ അത് നിർബന്ധമാണ്. വുദു ചെയ്യുമ്പോൾ നിയ്യത്ത് എല്ലാവരിലും കാണപ്പെടാറുണ്ട്. പക്ഷെ നിയ്യത്ത് ചെയ്യുമ്പോൾ അതിനെക്കുറിച്ചൊരു ഒരു തെറ്റായ ധാരണ ഉള്ളത് എന്താന്ന് ചോദിച്ചാൽ, വുദു ചെയ്യുമ്പോൾ നിയ്യത്ത് നമ്മുടെ വായ കൊണ്ട് നമ്മളത് പറയുക, വെളിവാക്കുക, ഉറക്കെ പറയുക എന്നുള്ളതാണ്. ഇത് യഥാർത്ഥത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിന് എതിരാണ്. നബി ഒരിക്കലും തന്നെ വുദു എടുക്കുന്ന സമയത്ത് നമസ്കാരം എന്ന ഫർദിനെ നിർവഹിക്കാൻ വുദു എന്ന ചെറിയ അശുദ്ധിയെ ഞാൻ ഉയർത്തുന്നു എന്നോ വുദു എന്ന ഫർദ് ഞാൻ വീട്ടുന്നു എന്നോ ഒന്നും പറയാറില്ല, പറയേണ്ടതുമില്ല. അപ്പോൾ ഞാൻ എൻ്റെ വലിയ അശുദ്ധിയെ ഉയർത്തുകയാണ്, നമസ്കാരത്തെ ഹലാലാക്കാൻ വേണ്ടി ഞാനിത് ചെയ്യുകയാണ് എന്നൊക്കെയുള്ള വായ കൊണ്ട് നിയ്യത്ത് പറയുന്നത് പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അത് ചെയ്തിട്ടില്ല. നബി മാത്രമല്ല സല്ലല്ലാഹു അലൈഹി വസല്ലം, ആ നബി തിരുമേനി വുദു എടുത്തുകൊണ്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ പ്രവാചക തിരുമേനിയുടെ ഒക്കെ സമകാലികനായ പ്രഗൽഭ സഹാബി ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു വുദു എടുത്ത് ജനങ്ങൾക്ക് മുമ്പിൽ കാണിച്ചു കൊടുത്തുകൊണ്ട് വുദു എടുത്തിട്ടുണ്ട്. അപ്പോഴൊന്നും വായ കൊണ്ട് നിയ്യത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പം അതുകൊണ്ട് വുദു എടുക്കുന്ന സമയത്ത് നിയ്യത്ത് പറയുന്നത് സുന്നത്തിന് എതിരാണ്, നബി തിരുമേനി പഠിപ്പിക്കാത്ത ഒരു കാര്യമാണ്. അത് നമ്മൾ ഒഴിവാക്കുക. അതുപോലെ തന്നെ വുദുവിലും ഉണ്ടാകുന്ന മറ്റൊരു അബദ്ധമാണ്, വുദു നമ്മൾ ഓരോ കൈ കഴുകുമ്പോൾ ഒരു പ്രാർത്ഥന, മുഖം കഴുകുമ്പോൾ മറ്റൊരു പ്രാർത്ഥന, കൈകൾ മുട്ടുവരെ കഴുകുമ്പോൾ വേറൊരു പ്രാർത്ഥന, ഇങ്ങനെയൊക്കെ പ്രാർത്ഥിക്കുന്ന ആളുകളുണ്ട്. അല്ലാഹുവേ, ഞാൻ എൻ്റെ വലത് കൈ കഴുകുമ്പോൾ എനിക്ക് എൻ്റെ പരലോകത്തിൻ്റെ കർമ്മങ്ങളുടെ രേഖ വലത് കൈയിൽ നൽകണേ എന്ന് പ്രാർത്ഥിക്കാറുണ്ട്. അതുപോലെ തന്നെ മുഖം കഴുകുമ്പോൾ അല്ലാഹുവേ, അന്ത്യനാളിൽ
മുഖം പ്രഭ പൊരിയുന്ന സന്തോഷിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ എൻ്റെ മുഖം നീ വെളുപ്പിക്കണമേ, പ്രഭാപൂരിതമാക്കണമേ എന്ന് പ്രാർത്ഥിക്കാറുണ്ട്. ഓരോ അവയവങ്ങൾ കഴുകുമ്പോൾ ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കലും അത് പഠിപ്പിച്ചിട്ടില്ല, അങ്ങനെ പ്രാർത്ഥിക്കേണ്ടതില്ല എന്ന് ഉണർത്തുകയാണ്. ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി വുദുവിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഇപ്രകാരം ഉണർത്തിയിട്ടുണ്ട്. വലം യഹ്ഫദ് അൻഹു സല്ലല്ലാഹു അലൈഹി വസല്ലം അന്നഹു കാന യഖൂലു അലാ വുദൂഇഹി ശൈഅൻ ഗൈറ തസ്മിയ. നബി തിരുമേനിയിൽ നിന്ന് അവിടുന്ന് വുദു ചെയ്യുമ്പോൾ ബിസ്മി ചൊല്ലുക എന്നതല്ലാതെ മറ്റൊന്നും അദ്ദേഹം അവിടുന്ന് പറയാറുണ്ടായിരുന്നില്ല. ഇത് സ്ഥിരപ്പെട്ടതാണ് എന്ന് അദ്ദേഹം ഉണർത്തിയിട്ടുണ്ട്. മാത്രമല്ല وكل حديث في أذكار الوضوء الذي يقال عليه مكذوب مختلق لم يقل رسول صلى الله عليه وسلم شيء منه ولا علمه لأمته ولا ثبت عن غير التسمية في أوله. വുദു ചെയ്യുമ്പോൾ പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മറ്റൊരു ദുആയും അതിനിടയിൽ പ്രാർത്ഥിച്ചിട്ടില്ല. നബി തിരുമേനിയിൽ അങ്ങനെ സ്ഥിരപ്പെട്ടു വന്നിട്ടില്ല. വുദു ചെയ്യുന്ന തുടക്കത്തിൽ അവിടുന്ന് ബിസ്മില്ല എന്ന് പറയാറുണ്ടായിരുന്നു. അതുപോലെ തന്നെ വുദു ചെയ്ത് കഴിഞ്ഞാൽ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹു വഅഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു അല്ലാഹുമ്മ ജഅൽനി മിനത്ത് തവ്വാബീൻ വജഅൽനി മിനൽ മുതതഹിരീൻ എന്ന് പറയുന്ന പ്രാർത്ഥനയുമുണ്ട്. ഇതല്ലാതെ വുദുവിൻ്റെ ഇടയിൽ ഒരു പ്രാർത്ഥന സ്ഥിരപ്പെട്ടു വന്നിട്ട് തന്നെയില്ല. അപ്പം അതുകൊണ്ട് വുദുവിൻ്റെ ഇടയിൽ മറ്റൊരു പ്രാർത്ഥനകളും നമ്മൾ ചൊല്ലാതിരിക്കുക എന്നതാണ് സുന്നത്ത്. ചൊല്ലുക എന്നുള്ളത് റസൂൽ പഠിപ്പിക്കാത്ത നബി തിരുമേനിയുടെ പേരിൽ നമ്മൾ ചെയ്തു കൂട്ടുന്ന ഒരു കാര്യം. അപ്പം അതുകൊണ്ട് ആരും അത് അനുഷ്ഠിക്കാതിരിക്കുക, സുന്നത്ത് മാത്രം അനുഷ്ഠിക്കുക. അതുപോലെ വുദു ചെയ്യുമ്പോൾ മറ്റൊരു പ്രവണതയാണ്, വുദു ചെയ്യാൻ അള്ളാഹു നമുക്ക് അനുഗ്രഹമായി വെള്ളം തന്നിട്ടുണ്ട്. പക്ഷെ ആ വെള്ളം ഓവറായിട്ട് ഉപയോഗിച്ച് കഴുകിയ കൈ തന്നെ വീണ്ടും വീണ്ടും കഴുകി വസുവാസ് എന്നാണ് ഇതിന് പറയാം. കഴുകിയാലും മതിയാവില്ല. വസുവാസ് അല്ലാത്ത ആളുകൾ തന്നെയാണെങ്കിൽ നമ്മുടെ ഇവിടെയൊക്കെ ഇഷ്ടംപോലെ ടാപ്പുകളിൽ വെള്ളം ഇങ്ങനെ വരുന്നു. ആ വെള്ളം ഇഷ്ടം പോലെ ഉണ്ടെന്ന് വിചാരിച്ച് വെള്ളം പാകത്തിന് ഉപയോഗിക്കാതെ ദുർവിനിയോഗിച്ച പടച്ചവന്റെ മുമ്പിൽ നമ്മൾ ഉത്തരം പറയേണ്ടി വരും. മനസ്സിലായോ? ഒരിക്കൽ നല്ല സമൃദ്ധമായി വെള്ളം ഒഴുകി വരുന്ന ഒരു സ്ഥലത്ത് നിന്ന് വുദു എടുക്കുന്ന ഒരു സഹാബി വല്ലാതെ വെള്ളം ദുർവിനിയോഗിക്കുന്നത് കണ്ടപ്പോൾ റസൂൽ അത് മുടക്കി. പറ്റില്ല എന്ന് പറഞ്ഞു. നീ ഒരു കുത്തിയൊലിച്ചു വരുന്ന ഒരു പുഴയിലോ കടലിലോ വെച്ച് ഒതെടുക്കുകയാണെങ്കിലും ഒതെടുക്കാൻ ആവശ്യമുള്ള വെള്ളം മാത്രമേ നീ ഉപയോഗിക്കാവൂ. അമിതമായി വെള്ളം ഉപയോഗിക്കുവാൻ പാടില്ല. അത് വിലക്കിയിട്ടുണ്ട്. ഒരിക്കലും കുളിക്കാൻ ചില ആളുകൾക്ക് കുളിക്കാൻ കയറിയാൽ ഒരു ടാങ്ക് വെള്ളം വേണ്ടി വരും. 4-5 ബക്കറ്റ് വെള്ളം ഉപയോഗിച്ച് കുളിക്കുന്നവർ ഒരുപാട് ലിറ്റർ വെള്ളം കൊണ്ട് വുദു എടുക്കും, ഒരുപാട് വെള്ളം പാഴാക്കുകയില്ല. സുഹൃത്തുക്കളെ, മേലാൽ അത് പാടില്ല. ഇസ്റാഫ് വുദു ചെയ്യുമ്പോൾ വെള്ളത്തിൻ്റെ വിഷയത്തിൽ വളരെയധികം സൂക്ഷിക്കുക. നിങ്ങൾ വുദു ചെയ്യുന്നതാണെങ്കിലും ശരി, വെള്ളം ഒരു ബോട്ടിൽ വെള്ളം ഉണ്ടായാൽ അതുകൊണ്ട് നമുക്ക് വുദു എടുക്കാൻ പറ്റും. ഒരു ജഗ് വെള്ളം ഉണ്ടായാൽ മതി നമുക്ക് വുദു എടുക്കാൻ. അതിന് ബാക്കിയുള്ള വെള്ളമൊക്കെ നമ്മൾ വെറുതെ ഒലിപ്പിച്ച് കളയുന്നത് നമ്മൾ സൂക്ഷിക്കേണ്ടതാണ് എന്നുകൂടി ഉണർത്തുകയാണ്. അതുപോലെ തന്നെ വുദുവിൻ്റെ വിഷയത്തിൽ കാണപ്പെടുന്ന മറ്റൊരു അബദ്ധമാണ്, ഒരു തെറ്റാണ്, വുദു എടുക്കുമ്പോൾ ഓരോ കാര്യങ്ങളും അവയവങ്ങളും കഴുകാൻ പറഞ്ഞ അത്രയും ഭാഗം പൂർണ്ണമായി കഴുകിയിരിക്കണം. മുഖം കഴുകാൻ വേണ്ടി പറഞ്ഞപ്പോൾ നെറ്റി മുതൽ താടിയുടെ അടിവരെയും ഒരു ചെവി മുതൽ മറ്റേ ചെവിയിൽ കംപ്ലീറ്റ് ഭാഗം വെള്ളം നനയണം. അതുപോലെ കൈയുടെ മുട്ടിൻ വരെയുള്ള ഭാഗം, മുട്ടിന്റെ മുകളിൽ വരെ വെള്ളം ആകണം. കാലുകൾ കഴുകുമ്പോൾ
നമ്മുടെ നെരിയാണിയുടെ ആ കുഴിയുള്ള ഭാഗത്തൊന്നും വെള്ളം തട്ടാതിരിക്കുന്ന എന്നുള്ളത് ഒക്കെ ഭയങ്കര ശ്രദ്ധിക്കേണ്ട കുറ്റമാണ്. അപ്പൊ അതുകൊണ്ട് ഇസ്ബാഗുൽ വുദൂ എന്ന് പറയുന്നത് നിർബന്ധമുള്ള കാര്യമാണ്. അല്ലെങ്കിൽ നമ്മുടെ നിസ്കാരം ശരിയാവില്ല, വുദൂ ശരിയാകാഞ്ഞാൽ നിസ്കാരം ശരിയാവില്ല. അപ്പൊ അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബികളോട് ഇത് കണിശമായി പറഞ്ഞിട്ടുണ്ട്. സഹാബത്ത് അബൂ ഹുറൈറയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ കാണാം, ഞങ്ങൾ വുദൂ എടുക്കുന്ന ആളുകളുടെ അടുക്കലൂടെ റസൂൽ ഒരിക്കൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നടന്നു പോയപ്പോൾ അവിടുന്ന് ഇപ്രകാരം പറഞ്ഞു, അസ്ബിഹു അൽ വുദൂ, നിങ്ങൾ വുദൂ പൂർത്തിയാക്കൂ, നന്നായി അവയവങ്ങൾ പൂർണ്ണമായ രീതിയിൽ കഴുകൂ എന്നർത്ഥം. ഇല്ലെങ്കിലോ വൈലുൽ ലിൽ അഖാബി മിനൻ നാർ, മടമ്പുകൾക്ക് അള്ളാഹു നരകശിക്ഷ നൽകാതിരിക്കട്ടെ, നൽകും, സൂക്ഷിക്കണം എന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ കാല് കഴുകിയപ്പോൾ നെരിയാണിയുടെ അടുക്കൽ, നെരിയാണിയുടെ ഭാഗത്ത് ബാക്ക് സൈഡിൽ ഒരു നഖത്തിൻ്റെ അത്രയും ഭാഗം എന്തായില്ല, വെള്ളം നനഞ്ഞിട്ടില്ല. അപ്പോഴാണ് നബി പറഞ്ഞത് പറ്റൂല കേട്ടോ, നരകം കിട്ടും, സൂക്ഷിക്കണം. അപ്പം അതുകൊണ്ട് വുദൂ എടുക്കുമ്പോൾ മുഴുവൻ ഭാഗങ്ങളും നനയുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തേണ്ടതാണ് എന്ന്, വളരെ ശ്രദ്ധാപൂർവം കഴുകേണ്ടതാണ് എന്ന് എല്ലാ പഠിതാക്കളെയും ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. വുദൂവിൻ്റെ കാര്യത്തിൽ ഒരു വീഴ്ചയും കാണിക്കാൻ പാടില്ല. അതുപോലെ തന്നെ തുടക്കത്തിൽ ബിസ്മി ചൊല്ലുക എന്നുള്ളത് വെറുതെ എന്തെങ്കിലുമൊക്കെ വർത്താനം പറഞ്ഞ് നമ്മൾ വുദൂ എടുക്കും. അതല്ലല്ലോ ചെയ്യേണ്ടത്. വുദൂ എടുക്കുമ്പോൾ നല്ല നിയ്യത്തോടു കൂടി ബിസ്മില്ല പറഞ്ഞുകൊണ്ടാണ് വുദൂ എടുക്കേണ്ടത്. ബിസ്മില്ല പറയാതെ വുദൂ എടുത്താൽ ആ വുദൂ അസ്വീകാര്യമാകും, നമസ്കാരം സ്വീകരിക്കപ്പെടുകയില്ല എന്നൊക്കെ ഹദീസുകളിലുണ്ട്. അപ്പം അതുകൊണ്ട് ശ്രദ്ധിക്കുക, വുദൂവിൻ്റെ സമയത്ത് വന്നു പോകാൻ പാടില്ലാത്ത അബദ്ധങ്ങളൊന്നും തന്നെ ചെയ്യാതിരിക്കുക, അമിതമായി യാതൊന്നും പ്രവർത്തിക്കാതിരിക്കുക, നിർദ്ദേശിക്കപ്പെട്ട കാര്യങ്ങൾ അത് അതേപോലെ തന്നെ ചെയ്യുക. അള്ളാഹു പഠിപ്പിച്ച ഒരു ഇബാദത്തിന് വേണ്ടി മുന്നൊരുക്കമാണ് നമ്മൾ ശുദ്ധി വരുത്തുക, ചെറിയ അശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാവുക എന്നുള്ളത്. അതൊക്കെ ആ സുന്നത്തനുസരിച്ച് കൊണ്ട് തന്നെ പ്രവർത്തിക്കുക. എല്ലാവിധ അബദ്ധങ്ങളില്ലാതെ ആത്മാർത്ഥമായി അള്ളാഹുവിന് ആരാധനകൾ ചെയ്യാൻ നമ്മെ അള്ളാഹു സഹായിക്കട്ടെ. വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വ ആലിഹി വസല്ലം. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം, അതല്ലെങ്കിൽ നമുക്ക് അവസാനിപ്പിക്കാം. ഓക്കെ, ക്ലിയർ അല്ലേ? ഓക്കെ, അസ്സലാമു അലൈക്കും.